നമ്മളിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടമേതെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന നല്ല ഒരു കഥ പറഞ്ഞു തരാൻ ഞാൻ നിങ്ങൾക്ക്. കഥയാണ്, പക്ഷേ കേവലം കഥയല്ല, അത് ജീവിതത്തെ ചിത്രീകരിച്ചിരിക്കുന്ന കഥയാണ്. സത്യമല്ല, വസ്തുതല്ല, പക്ഷെ അതിൽ ജീവിതത്തെ കണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയ ആയുസിന്റെ ഘട്ടങ്ങൾ എങ്ങനെ എന്ന്, ആ ഘട്ടങ്ങളിൽ ഒരു മനുഷ്യന്റെ ആരോഗ്യമുള്ള ഘട്ടമേത് എന്ന് മനസ്സിലാവാൻ പറ്റാവുന്ന രീതിയിൽ ജീവിതത്തെ ചിത്രീകരിച്ച ഒരു കഥയാണിത്. സത്യമല്ല, യാഥാർത്ഥ്യമല്ല. ഈ കഥയിൽ പറയുന്നത് ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിന് തോന്നി മനുഷ്യൻ ആയുസ് നൽകണം എന്ന്, മനുഷ്യൻ ആയുസ് കൊടുക്കണം എന്ന് ദൈവത്തിന് തോന്നി. ദൈവം അങ്ങനെ പല സൃഷ്ടിജാലങ്ങളെയും സമീപിച്ചു, ഒരുപാട് സൃഷ്ടിജാലങ്ങളെ സമീപിച്ചു ദൈവം. അതാ ഞാൻ പറഞ്ഞത്, കഥയാണ്, സത്യമല്ല. ദൈവത്തിന് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യന് ആയുസ് കൊടുക്കാൻ പിന്നെ ദൈവത്തിന് വേറെ സൃഷ്ടികളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു ദൈവം സമദ്, അവൻ നിരാശ്രയനാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു കഥയാണ്. ദൈവം പല ജീവജാലങ്ങളെ ഇങ്ങനെ സമീപിച്ചു. സിംഹം, കടുവ, പുലി, എല്ലാരോടും പറഞ്ഞു, ഞാനൊരു സൃഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യൻ എന്ന സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്കൽപ്പം ആയുസ് തരണം എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞത്രേ, ഞങ്ങൾ തരൂല, അവൻ ഞങ്ങളുടെ ആജന്മശത്രുവാണ്. മനുഷ്യൻ ഞങ്ങളുടെ ആജന്മശത്രുവാണ്, മനുഷ്യൻ ആയുസ് തരൂല. എല്ലാ ജീവജാലങ്ങളും ദൈവം ആരോടൊക്കെ ചോദിച്ചു, എല്ലാരും മുടക്കം പറഞ്ഞു. ദൈവം അങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് അത്ര ഒരു സ്ഥലത്ത്. കഥയാണ്, ഉറങ്ങിപ്പോരുതേ. നാളഞ്ച് കേട്ടിട്ട് ബുഹാരിയില്ല മുസ്ലിമില്ല എന്ന് പറയണ്ട, കഥയാണ്. എന്തിനാ അത് പറഞ്ഞ? ശരിക്ക് ആരോഗ്യമുള്ള ഘട്ട ഏതെന്ന് വരച്ചു കാണിച്ചു തരും ഈ കഥ. അങ്ങനെ ദൈവം കനിഞ്ഞ എന്ത് ചെയ്യുന്ന കരുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ വഴിക്കൊരു കുതിര ഇങ്ങനെ പോകുന്നുണ്ട്. കുതിര ദൈവം ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചത്ര, എന്താ ദൈവം എങ്ങനെ വിഷമിച്ചിരിക്കണം? അപ്പൊ പറഞ്ഞു, ഞാനൊരു സൃഷ്ടി ഉണ്ടാക്കി, മനുഷ്യൻ എന്ന സൃഷ്ടി. ആ സൃഷ്ടിക്ക് കുറച്ച് ആയുസ് കൊടുക്കണമെന്ന് തോന്നി. ആരോട് ചോദിച്ചിട്ട് ആരും ആയുസ് തരുന്നില്ല. ഞാൻ പല ആളുകളെയും സമീപിച്ചു, എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ആയുസ് തരൂല എന്നാണ്. അപ്പൊ കുതിരക്ക് ദയനീയത തോന്നി ദൈവം ഇങ്ങനെ ഇരിക്കണ കണ്ടപ്പോൾ. അപ്പൊ ദൈവത്തോട് പറഞ്ഞു, വിഷമിക്കണ്ട ദൈവമേ, എൻ്റെ ആയുസ്സിന്ന് ഒരു 30 വയസ്സ് ഞാൻ തരാം. അങ്ങനെ മനുഷ്യൻ ആദ്യത്തെ 30 കൊടുത്തത് ആരാ? കഥേണേ, കുതിരയാണ്. ആദ്യത്തെ 30 കൊടുത്തത് കുതിര. അപ്പൊ ദൈവത്തിന് പിന്നെ പിറ്റേ ദിവസം ദൈവത്തിന് ഭയങ്കര സന്തോഷമായി, നല്ല ഭയങ്കര ഉഷാറായി. മൂപ്പർക്ക് തോന്നി ഇതേപോലെ നല്ല മനസ്സുള്ള ജീവജാലങ്ങൾ ഇനിയും ഉണ്ടാവും. അപ്പൊ മൂപ്പര് പിറ്റേ തന്നെ പിന്നെ ഇറങ്ങി, ആയുസ് ചോദിച്ചിറങ്ങി. അങ്ങനെയല്ലോ, മദ്രസക്ക് പിരിവിന് പോയി. ആദ്യത്തെ സ്ഥലത്ത് നിന്ന് 4 ചീത്ത ഇട്ട്, അപ്പൊ തന്നെ മാനസികമായി ടെൻഷനായി. പിന്നെ അടുത്ത സ്ഥലത്ത് പോയി. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ മദ്രസ പൊളിക്കാൻ കണ്ട നേരം ഈ സാമ്പത്തിക പ്രശ്നത്തിലുള്ള സമയത്താണ് പൊളിക്കലെന്ന് ചോദിച്ചു. അപ്പൊ അതിലും വലിയ ടെൻഷനായി. അങ്ങനെ വൈകുന്നേരം വരെ പോയി ഒക്കെ ചീത്തയും വാക്കും കേട്ട് അവസാനം ഈ പിരിക്കാൻ പോയാൽ എന്ത് തീരുമാനിച്ചു പറയാം? നിങ്ങൾ ഇവിടുത്തെ മദ്രസ അല്ല കേട്ടോ, വേറൊരു മദ്രസനെ പറ്റി പറയാം. പിരിക്കാൻ പോയാൽ എന്ത് തീരുമാനിച്ചു? ഇനിയിപ്പോൾ സംഗതി ഇപ്പോൾ ഏതേ അറബിനായിട്ട് കിട്ടുമോ നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ കൂടുതലുള്ള ആൾ പറഞ്ഞു, ഇവിടെ ഉണ്ട് രാജാര്, ഇവിടെ ഒന്ന് കയറി വെക്കുക, അയാൾ നല്ല മനുഷ്യനാണ്. ആടിയും കൂടി ഒന്ന് കയറി വെക്കാൻ തന്നെ കയറിയതാണ്. കയറി ദൂരെ പുല്ലുപോലത്തെ മനുഷ്യൻ. അയാൾ വിചാരിക്കണം എന്തറിയോ, എൻ്റെ കയ്യിൽ തന്നതൊക്കെ എൻ്റെ അള്ളാഹു എന്നെ മാനേജറായി ഏൽപ്പിച്ചതുപോലെ തന്നതാണ്. മാനേജർ ഏൽപ്പിച്ച പൈസ മുതലാളി വന്നിട്ട് ചോദിച്ചു, എന്ത് കാട്ടി? അത് ഞാൻ കൊടുത്തിട്ടില്ല, ഇവിടെ എന്നെ വെച്ചാന്ന് പറഞ്ഞാൽ അയാൾ അപ്പാരെ പിരിച്ചു വിടൂലേ? കൂലി കൊടുക്കേണ്ടവർക്കും കൊടുക്കാതിരുന്ന. അപ്പൊ ഇയാൾ മനസ്സിലാക്കിയത് റബ്ബെന്നെ ഏൽപ്പിച്ച അമാനത്താണ്. അയാൾ ഈ മദ്രസക്ക് പിരിവിനാണ് ആൾക്കാർ വന്നതെന്ന് കണ്ടപ്പോൾ തന്നെ ഇയാൾ എന്തോ ഒരു സ്വീകരിച്ചോലെ ഇരുത്തി. അപ്പൊ ഇയാൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പറഞ്ഞു, ആചാര്യ വെള്ളം ഒന്നും എടുക്കണ്ട. വെള്ളമല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് വെള്ളം കുടിക്കാതെ പോവേ. ഇയാൾക്ക് മനസ്സിലായാണ് എന്തിനാ അവർ വന്നേ? മോളെ കല്യാണിക്കാൻ പിരിവിനെ വന്നെന്ന് ഉറപ്പാ. എന്നിട്ട് പോലും ഇവരോട് പെരുമാറുന്ന രീതി അങ്ങനെയാണ്. അങ്ങനെ ഇയാളെ ഒക്കെ വെള്ളമൊക്കെ കൊടുത്ത് വെള്ളം കുടിച്ചതിന് ശേഷം ഇവരിങ്ങനെ വിഷയം പറയുമ്പോൾ മൂപ്പര് നിലത്തായിരിക്കണ്. ഇവലൊക്കെ നല്ല ചെയറിൽ ഇരുത്തിയിട്ട് വിനയാന്യതനായിരിക്കാൻ. പോലെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, 30 ലക്ഷം റുപ്യ വേണം, 80 ലക്ഷം അല്ലെ ഒരു കോടിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മുണ്ടാതെ വീട്ടിൻ്റെ അകത്ത് പോയി. അപ്പോൾ സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് അങ്ങനെ നോക്കണം.
പ്രസിഡന്റ് തിരിച്ച് ഖജാഞ്ചിയെ. കാരണം എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, ഇയാളൊന്നും മിണ്ടാതുള്ളിൽ പോയത്. ഇവലിങ്ങനെ നിരാശയായിട്ട് നിൽക്കുക. അവസാനം തന്നെ ഈ സെക്രട്ടറി ഖജാഞ്ചിനോട് പറയുന്നുണ്ട്, ഈ സെക്രട്ടറി കേട്ടോ ഖജാഞ്ചിനോട് പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞ നല്ല മനുഷ്യനൊക്കെ പറഞ്ഞ് കയറി, അയാളെ അന്നും മിണ്ടാതെ ഉള്ളിൽ പോയാലും ഒരു വിവരമില്ലല്ലോ, അയാൾ എന്തേലും ഒന്ന് പറയണ്ടേ, നിങ്ങൾ പോയിക്കോളിന്നോ അല്ലേ, പിന്നെ ഇപ്പം എനിക്ക് എന്തെന്നും പറയാതെ അയാൾ ഉള്ളിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അയാൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നു. ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്തപ്പോൾ സെക്രട്ടറിൻ്റെ പ്രസിഡന്റിൻ്റെ കയ്യിലാണ് കൊടുത്തത്. പ്രസിഡന്റ് ഇങ്ങനെ നോക്കും. പ്രസിഡന്റിന്റെ കാഴ്ച നമ്മളെ ഈ ബാവക്കല്ല കേട്ടോ, മറ്റേ വയസ്സായ പ്രസിഡന്റാണ്. പ്രസിഡന്റിന്റെ കാഴ്ച കുറവായതുകൊണ്ട് പ്രസിഡന്റിനെ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവില്ല. പ്രസിഡന്റ് കരുതിയത് 5 കഴിഞ്ഞ് 3 പൂജം കഴിഞ്ഞ ശേഷം ഡോട്ടുണ്ടോ കുത്തിട്ടുണ്ടോന്ന് നോക്കണം. അവർക്ക് തിരിയില്ല. അവർ സെക്രട്ടറിന്റെ കൈ കൊടുത്തു. സെക്രട്ടറി കുറച്ച് ചെറുപ്പക്കാരനാണ്. സെക്രട്ടറി ഇങ്ങനെ നോക്കിയിട്ട് ഓലി കരുതി 5000 രൂപ. 5000 അല്ലത് 5 ലക്ഷം രൂപ. മറ്റാൾ കണ്ണൊക്കെ ഒന്ന് തുടച്ചിട്ട് നോക്കുക. എന്തോ ഒരു നല്ല മനുഷ്യൻ. അപ്പൊ ഈ പ്രസിഡന്റിനും സെക്രട്ടറിക്ക് പിന്നെന്താ തോന്നുക, ഇനി നിർത്തിയേക്കാൻ തോന്നുന്നു? ഇല്ല. ഇതേപോലത്തെ ഒരു 10 മനുഷ്യന്മാരെ കിട്ടിയാലേ നമ്മളെ പണി തീരുന്ന രീതിയിൽ പിന്നെ നേരത്തെ ഇറങ്ങും. ദൈവം പിറ്റേ ദിവസം വീണ്ടും നേരത്തെ ഇറങ്ങി. പല ജീവജാലങ്ങളെ ഇങ്ങനെ സമീപിക്കുക. ദൈവത്തിന് തോന്നി 30 വയസ്സ് പോരെ മനുഷ്യന്. പക്ഷെ ഇന്നത്തെ മനുഷ്യന്മാരെ കണ്ടെങ്കിൽ ദൈവം വിചാരിച്ചനെ 30 തന്നെ വേണ്ട നമുക്കേക്ക്. കാരണം വയസ്സ് കൊടുത്തിട്ട് ഒരു പണിയില്ല. വയസ്സ് ഈ ആയുസൊക്കെ എന്താ ചെയ്യുന്ന വെച്ചാൽ റോഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് വിലമതിക്കാനാവാത്ത സമയം തോണ്ടി തീർക്കുകയാണ്. വിലമതിക്കാനാവാത്ത സമയം ഒരു സെക്കൻഡ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയോ? ഇല്ലല്ലോ. ഇതൊക്കെ തോണ്ടി തീർക്കുക. അപ്പൊ ഇന്നത്തെ മനുഷ്യന്മാരെ കണ്ടെങ്കിൽ ദൈവം വിചാരിച്ചു 30 തന്നെ മതി. പക്ഷെ ദൈവത്തിന് 30 പോരാ. പല ജീവജാലങ്ങളെ ഇങ്ങനെ സമീപിക്കുന്ന കൂട്ടത്തിൽ ദൈവം കഴുതയെ കണ്ടു. കഴുതയോട് വിഷയൊക്കെ പറയും. കഴുതയോട് വിഷയമൊക്കെ പറഞ്ഞപ്പോ കഴുത ചോദിച്ചു, കുതിര ദൈവം അങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭയങ്കര വിഷമത്തിൽ ഇന്ന് പാവം കുതിര എന്നെ സഹായിച്ചു. അപ്പൊ കഴുത ചോദിച്ചു, കുതിരത്തിര തന്ന്. അപ്പൊ ദൈവം പറഞ്ഞു 30 തന്ന്. അപ്പൊ കഴുത പറഞ്ഞു, കുതിര 30 അല്ല തന്ന്, എന്നാ ഞാനൊരു 30 തരാം. 30 കൂട്ടണം 30 സമം 60. ബീരാനാജി 1001 തന്ന്, എന്നാ ഞാനും 1001 തന്നെ, അതിന്റെ മേലെ പോണ്ടെന്നാ പറയുന്നത്. 60 വയസ്സായി. ദൈവത്തിന് തോന്നി 60 പോരാ, മനുഷ്യൻ കുറച്ചുകൂടി ജീവിച്ചോട്ടെ എന്ന് കരുതിന. ദൈവം വീണ്ടും ഇങ്ങനെ പല സൃഷ്ടിജാലങ്ങളെ സമീപിക്കുന്ന കൂട്ടത്തിൽ ഒരു നായയെ കണ്ടു. നായ വലിയ നന്ദിയുള്ള ജീവിയാണ്. പല ജീവജാലങ്ങളും മനുഷ്യനെ പലതും പഠിക്കാറുണ്ടല്ലോ ഖുർആനിൽ. അതുകൊണ്ട് സൂറത്തുൽ ബഖറ, എന്താണ് ബഖറ എന്നോ? പശു അധ്യായം. ലോകത്ത് തുല്യതയില്ലാത്ത ഗ്രന്ഥത്തിലെ ഒരു അധ്യായത്തിന്റെ പേരാണ് സൂറത്തുൽ ബഖറ. ആ പശുവിൽ നിന്ന് ചില പാഠം പഠിക്കാനുണ്ട്. സൂറത്തുൻ നംൽ, ഉറുമ്പ് അധ്യായം. ഉറുമ്പിൽ നിന്ന് മനുഷ്യന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. സൂറത്തുൻ നഹൽ, തേനീച്ച അധ്യായം. തേനീച്ചയിൽ നിന്ന് മനുഷ്യന് പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നും മനുഷ്യന് പഠിക്കാനുണ്ട്. നായ വലിയ നന്ദിയുള്ള ജീവിയാണ് അല്ലേ? ഒരു ചെറിയ ഗുണം ചെയ്തു കൊടുത്തു ഒരു വാലിങ്ങനാണ്ടു, എന്നാ മനുഷ്യനോ തലകുത്തനെ 99 ഗുണം ചെയ്തു കൊടുത്തു. അവസാനം ഇലക്ഷനോട് അടുത്തു അയാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട്. 99 ഗുണം ഇയാൾക്ക് ചെയ്തു കൊടുത്തു. അവസാനത്തെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. എന്നാ അടുത്ത ഇലക്ഷന് ഇയാളുടെ ഏറ്റവും വലിയ ശത്രു ആരാ? ഞങ്ങൾ ഉണ്ടാത്ത ഈ 99 ഗുണം കിട്ടിയവനാവും. ഒന്നും ചെയ്തു കൊടുക്കാത്തവനൊരു പ്രശ്നം ഉണ്ടാവില്ല. മനുഷ്യൻ അങ്ങനെ. നായയില്ലാഹു മനുഷ്യന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ നായ എങ്ങനെ പോവാ? അപ്പൊ ദൈവം നായയുടെ അടുത്ത്, നായ വലിയ നന്ദിയുള്ള ജീവിയാൻ ദൈവത്തിന് അറിയാം. ദൈവം നായയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, മനുഷ്യൻ എന്ന സൃഷ്ടി. പലരോടും ഞാൻ ആയുസിന്റെ ചോദിച്ചു, ആരും തരാൻ കൂട്ടാക്കിയില്ല. പാവം 2 ആളുകൾ എന്നെ സഹായിച്ചു. കുതിര ഒരു 30 തന്നു, കഴുതയും ഒരു 30 തന്നു. നീ വല്ലതും തരുമെന്ന് വെച്ചു. അപ്പൊ നായ പറഞ്ഞു, ദൈവമേ 30 എൻ്റെ അടുത്ത് തരാനില്ല, ഒരു 20 ഞാൻ തരാം. കാരണം ആളുകളുടെ ചവിട്ട് കുത്ത് ഏറ് ഒക്കെ കിട്ടിയിട്ടാണല്ലോ ഞാൻ ജീവിക്കണേ. എനിക്കെന്നെ ആയുസ് കുറവാ. അതുകൊണ്ട് 30 തന്നാ പിന്നെ എനിക്കൊന്നും ഉണ്ടാവില്ല. ഒരു 20 ഞാൻ തരാം. 60 കൂട്ടണം 20 സമം 80.
ദൈവത്തിന് തോന്നി പോരാ, കുറച്ചുകൂടെ ജീവിച്ചോട്ടെ. ദൈവം വീണ്ടും ഇങ്ങനെ പോകുന്ന സമയത്താണ് കുരങ്ങനെ കണ്ടത്. കുരങ്ങ് ഒരു മരത്തിന്റെ ചില്ലിന്ന് മറ്റേ ചില്ലിക്ക് ഇങ്ങനെ ചാടി 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 കളിക്കാം. അപ്പൊ ദൈവം കുരങ്ങനോടൊന്ന് പറഞ്ഞു നോക്കാൻ നേരിയ ചെല്ല. കുരങ്ങനെ ഈ ബാഗൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് പിരിവിനാ വരുന്നേ. അടുത്തു വന്നാ തോനെ കൊടുക്കേണ്ടിരുന്ന രീതി മൂപ്പർ അവിടെ തന്നെ വിളിച്ചു പറഞ്ഞു, ദൈവമേ വരണമെന്നില്ല, 10ന്റെ വക എഴുതിക്കൂളിന്നാണ്. അപ്പൊ എത്രയായി? 80 + 10 = 90. ദൈവത്തിന് തോന്നി പോരാ, കുറച്ചുകൂടെ ജീവിക്കട്ടെ മനുഷ്യനെന്ന്. അങ്ങനെ വേറെ ജീവജാലങ്ങൾ അങ്ങനെ തെരഞ്ഞു നടക്കുന്ന സമയത്താണ് ദൈവം ഒരു കൂമനെ കണ്ടത്. കൂമന്ന ചില നാട്ടിൽ പറയാ, ചില നാട്ടിൽ മൂങ്ങാന്ന് പറയാം. രാത്രി അപ്പൊ ചിലന്മാര് പറയല്, പഠിച്ചോനെ നാളെ ആരാണാവോ മരിക്കുക. കാരണം ഓൻ പറയുന്നുണ്ട് കാണിച്ചര. മോനെ ടോർച്ചെടുക്ക്, എഴുന്നാടാ കൂമൻ മുളങ്ങലും നോക്ക്, കല്ലെടുത്ത് എറിഞ്ഞാട്ട്, പായിപ്പിക്കടാ, ഓടിക്കടാ, പറത്തിക്കടാ. കൂമം മൂളിയിട്ട് ലോകത്തൊരു മനുഷ്യനും മരിച്ചിട്ടില്ല, ഞാൻ മരിക്കൂല്ല എന്ന് അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആ മറന്റെ അപ്പുറത്തൊക്കെ ഇരിക്കണോല് ശരിക്ക് കേൾക്കണത്, ലാ അദ്വാ വലാ തീറത വലാ ഹാമത വലാ സഫറ. ലാ അദ്വാ പകർച്ചവ്യാധിയില്ല, ഒരു രോഗവും തനിയെ പകരില്ല അല്ലാഹുവിന്റെ ഖലാ ഇല്ലാതെ. ലാ അദ്വാ വലാ തീറത, പക്ഷി ലക്ഷണമില്ല, വലാ ഹാമത, പക്ഷി ലക്ഷണമില്ലെന്ന് പറഞ്ഞ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂമൻ ലക്ഷണമില്ല എന്ന് വേറെ തന്നെ എടുത്തു പറയുന്നുണ്ട്. കൂമൻ മൂളിയാൽ ആള് മരിക്കും എന്ന് പറയുന്നത് ശുദ്ധ സംബന്ധമാണ്. ഈ കൂമനെയാണ് ദൈവം കണ്ട്. കൂമനെ കണ്ടപ്പോ കൂമനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് കൂമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ കൂമൻ പറഞ്ഞു, ഞാനൊരു 30 തരാം. ഇപ്പൊ എത്രയായി? 90 കൂട്ടണം 30 = 120. ഒരു മനുഷ്യന് മാക്സിമം ജീവിച്ചാൽ 120 കൊല്ലൊക്കെ ജീവിക്കുള്ളൂ. അതിന്റെ അപ്പുറത്തൊക്കെ ജീവിക്കുക എന്നത് വളരെ അത്ഭുതമാണ്. ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് ബാഹ്യമായ ആക്രമണം ഏൽക്കേണ്ടി വന്നില്ല എങ്കിൽ 180 കൊല്ലം വരെ ജീവിക്കാൻ കഴിയുമെന്നാണ്. 180 വയസ്സ് വരെ ജീവിച്ച ആരെങ്കിലും കണ്ട ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ? 180 വയസ്സ് ജീവിച്ച ആരെങ്കിലും കണ്ടവർ ഈ കൂട്ടത്തിലുണ്ടോ? ഒരു മനുഷ്യൻ മാക്സിമം പോയാൽ 120 വയസ്സ് വരെയാണ് ജീവിക്കുക. അതിൽ ആദ്യത്തെ 30 കുതിരയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദ്യത്തെ 30 കുതിരയെ പോലെയാണ്. ആദ്യത്തെ 30 കുതിര കൊടുത്തു എന്ന് പറഞ്ഞാൽ കുതിര കൊടുത്തു എന്നല്ലേ? ആദ്യത്തെ 30 കുതിരയെ പോലെയാണ്. കുതിരയെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പഴയ കാലഘട്ടങ്ങളിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ജീവിയായിരുന്നു കുതിര. കുതിര നല്ല ശക്തിയുള്ള ജീവിയാണല്ലോ അല്ലേ? നല്ല ഉഷാറായി നല്ല ഹൈ സ്പീഡിൽ ഓടുമല്ലോ കുതിര. ശക്തിയുള്ള ജീവിയാണ് കുതിര. ആദ്യത്തെ 30 കുതിര കൊടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 കുതിരയെ പോലെയാണ് എന്നർത്ഥം. ശരിയല്ലേ? എന്താ മസിൽ പവർ, എന്താ ഉഷാറ്. ആദ്യത്തെ 30 കൊല്ലം ആണല്ലേ? കല്യാണം കഴിക്കണതിന് മുമ്പുള്ള ആ പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തിലല്ലേ എല്ലാ പാർട്ടിക്കാരും ആ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ ഉപയോഗിച്ചിട്ടാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. അല്ലുണ്ടില്ലേ? വല്ല മാർച്ചോ ധർണയൊക്കെ ഉണ്ടായ മുമ്പിലാറുണ്ട വയസ്സന്മാരാ? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തോന്നുന്നു വയസ്സന്മാരുണ്ടാവാ? ഇല്ല, ചെറുപ്പക്കാര്. എന്താ പോലെ ഇൻകുലാബ് ഇൻകുലാബ് ജിന്ദാബാദ്, ഇൻകുലാബ് ജിന്ദാബാദ്. രക്തം വേണോ രക്തം നൽകാം, രക്തം വേണോ രക്തം നൽകാം, ജീവൻ വേണോ ജീവൻ നൽകാം, ജീവൻ വേണോ ജീവൻ നൽകാം. ഉഷാർ. ആ കൂട്ടത്തില് കല്യാണം കഴിച്ച ഏതെങ്കിലും ഒരുത്തുണ്ടെങ്കിലോ ഓന് മുണ്ടില്ല. എന്താ കാരണം? ഓനറിയാ രക്തം വേണോ രക്തം വേകാം, ജീവൻ വേണോ ജീവൻ നൽകാം. ജീവനായിട്ട് കൊടുത്ത എന്റെ ഓളും കുട്ടികളും ഒറ്റക്കാവും. അതുകൊണ്ടോ മുണ്ടൂല. ഈ വിളിക്കുന്ന ആൾക്കാരൊക്കെ വില വിളിക്കുക. 30 വയസ്സിന്റെ ചുവടയുള്ള വിവാഹം കഴിച്ചിട്ടില്ലാത്ത മേലോട്ട് നോക്കിയാൽ അസ്മാനഹേ, മേലെ ആകാശം, താഴ്ത്തൂക്കിയ ഭൂമി, വേറെ ഒന്നിനോടും കടപ്പാടില്ലാത്തവർ. ആദ്യത്തെ 30 എന്ന് പറഞ്ഞാൽ
ആരോടും കടപ്പാടില്ലാത്തൊരു പ്രത്യേകമായ പ്രായമുണ്ടല്ലോ അല്ലെ? എങ്ങനെ നമ്മൾ മനസ്സിലാക്കാരോടും കടപ്പാടില്ല. വളരെ ഫ്രീ ആയ സമയമാണല്ലോ അത്. വിവാഹം കഴിച്ചിട്ടില്ല, യഥേട്ടം ഫ്രീ ആയ സമയമുണ്ട്. നല്ല ആരോഗ്യമുള്ള ഘട്ടമാണത്. ആ ആദ്യത്തെ ഘട്ടമാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഘട്ടം എന്റെ സഹോദരങ്ങളെ. രണ്ടാമത്തെ ഘട്ടമേതാ? രണ്ടാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞല്ലോ, 30 മുതൽ 60 വരെ ആയുസ് കൊടുത്തതാരാ? കഴുതയാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ എന്താ? കഴുതയെ പോലെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്താ കഴുതയെ പോലെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? കഴുതയെ മനുഷ്യൻ ഭാരം ചുമക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീവിയാണ് കഴുത. കഴുതയുടെ മേലെ ഒരുപാട് ഭാരങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചു നോക്കൂ. കഴുത പറയില്ല സ്റ്റോപ്പ്, മതിയോ എന്ന് പറയില്ല. എത്ര ഭാരം നിങ്ങൾ എടുത്തു വച്ചാലോ ആ ഭാരം ചുമന്നു പോകുമല്ലോ കഴുത. അതേപോലെയാണ് 30 മുതൽ 60 വരെ മനുഷ്യന്റെ സ്ഥിതി. 25ാമത്തെ വയസ്സിൽ ആപ്പോനെ കല്യാണം കഴിപ്പിച്ചു. 26-ൽ കുട്ടി, 27-ൽ കുട്ടി 1, 29-ൽ കുട്ടി 2, 31-ൽ കുട്ടി 3, 34-ൽ കുട്ടി 4, 36-ൽ കുട്ടി 5. എന്താ പുസ്തകങ്ങളീ പറഞ്ഞ്? നാം ഒന്ന് നമുക്കൊന്നാണ് ഇപ്പോ അല്ലേ? ഹംദോ ഹമാരേതോ, നമ്മൾ 2 നമുക്ക് 2. അവിടുന്ന് പോയി, അവിടെ നിന്ന് പോയി. ഹം ഏക് ഹമാരേ, നമ്മളൊന്നാണ്, നമ്മുടേതും 1 മതി. ഇനി വരാൻ പോണ എന്താ നിങ്ങള്? ഹം ഹേ ദൂസര നഹി ജായേ, നമ്മളുണ്ട്, ഇനി വേറെ ശല്യത്തിനായി വേറൊരാൾ വേണ്ട. കണ്ട കാര്യങ്ങളുടെ പോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സാലിഹീങ്ങളാക്കി തരട്ടെ. ഞാൻ പറയുന്നത് 25-ൽ കല്യാണം കഴിഞ്ഞു. പിന്നെ ഓരോ 2 കൊല്ലത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവൂലേ? എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങളെന്താ ഈ 2 കൊല്ലത്തിൽ ഒരു കുട്ടിയോ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ ഞാൻ എൻ്റെ ഓളോട് ചോദിച്ചു, നമുക്ക് കുട്ടികളെപ്പോഴാണ് വേണ്ടി? ഓൾ പറഞ്ഞു 5 കൊല്ലത്തിന് ഭർത്താനം തന്നെ കൊണ്ടിപ്പോണ്ട. ഇന്നത്തെ ആദ്യ രാത്രിയിലെ അറയിലെ ചർച്ച 5 കൊല്ലത്തിന് കുട്ടികൾ തന്നെ വേണ്ടാന്ന്. ചിലപ്പോ അള്ളാഹു തീരുമാനിക്കും തീരെ വേണ്ടാന്ന്. അങ്ങനുണ്ട്. ഒരു ചെറുപ്പക്കാരന്റെ പരിചയത്തിലുണ്ട്. അവൻ കരഞ്ഞു നടക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ 2ാമത്തെ മാസത്തിൽ അവന്റെ ഭാര്യ ഗർഭിണിയായി. അവനും ഭാര്യയും തീരുമാനിച്ചു ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്ന്. ആലോചിക്കേണ്ട സഹോദര, ആശുപത്രിയിൽ പോയിട്ട് അബോർഷൻ നടത്തി. തന്റെ ഗർഭമാത്രത്തിൽ ജനിക്കാനിരിക്കുന്ന ചോര പൈതലിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു അവർ. പെങ്ങളെ കേൾക്കണേ, പിന്നെ അവൻ 13 കൊല്ലമാ കരഞ്ഞു നടന്നത്. അറിയാം, 13 കൊല്ലം കരഞ്ഞു നടന്നു. ഉള്ള മക്കാമിലൊക്കെ പോവും, എവിടെ ദുആ സമ്മേളനമെങ്കിലും പോകാം. എനിക്കറിയാം കണ്ണൂർ ജില്ലയിൽ എവിടെ പരിപാടി ഉണ്ടെങ്കിലും അവൻ വരും. എന്തിന്? പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ. ചിലപ്പോ അള്ളാഹുവിനോട് തീരുമാനിക്കും തീരെ വേണ്ട. പടച്ചോൻ കാക്കട്ടെ. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. മക്കളില്ലാത്ത വല്ലവരും ഈ സദസ്സിലുണ്ടോ? അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കൾ നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു 25-ലോ 26-ലോ കല്യാണം കഴിഞ്ഞ് 30 കുട്ടി, 32, 34 ഓരോ കുട്ടികളായി 4-5 മക്കളായി. 30 മുതൽ 60 വരെ മനുഷ്യന്റെ സ്ഥിതി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഭാര്യ, മക്കൾ, അവർക്ക് ആവശ്യമായ ഭക്ഷണം, അതേപോലെ വസ്ത്രം, പാർപ്പിടം, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ അവരുടെ വിവാഹം, അങ്ങനെയുള്ള ഒരുപാട് ചെലവുകളേറി. ചെലവുകൾ ഭാരമേറ്റി പോകുന്ന കഴുതയെ പോലെയാണ് മനുഷ്യൻ. ഇങ്ങനെയുള്ള ഒരുപാട് ഭാരങ്ങളാണ് 30 മുതൽ 60 വരെ. എന്റെയൊക്കെ ഘട്ടതാണ്. ഈ സദസ്സിലുള്ള പല ആളുകളുടെയും ഘട്ടമതാണ്. 30-60 എന്ന് പറഞ്ഞാൽ കുടുംബഭാരമേറ്റുന്ന കഴുതയെ പോലെ, ഭാരമേറ്റുന്ന കഴുതയെ പോലെ കുടുംബഭാരമേറ്റുന്നവരാണ് നമ്മൾ. 30 മുതൽ 60 വരെ. അതുകൊണ്ട് എന്റെ സഹോദര, 24-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാനും കഴിയുന്ന പോലെ
38 നിസ്കരിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. 22-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്ന പോലെ 48-ാമത്തെ വയസ്സിൽ നിസ്കരിക്കാനും കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. 22-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ മനസ്സ് ഫ്രീയാണ്. 48-ാമത്തെ വയസ്സിൽ ഒരു മകളെ കല്യാണം കഴിച്ച കടക്കാരനാണ് ഇയാൾ. ഒരു മകളെ കല്യാണം കഴിച്ച കടക്കാരനാണ്. അതാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയതാണ്, ടൗൺ പള്ളിയിൽ. അപ്പോഴാ രണ്ടാമത്തെ അത്തഹിയ്യാത്ത്, ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴാണ് ഇയാൾക്ക് ഓർമ്മ വന്നത്, പടച്ചോനെ അന്ത്രുഹാജിക്ക് കൊടുക്കാന്ന് പറഞ്ഞ 2 ലക്ഷത്തിന്റെ അവധി ഇന്നാണല്ലോ റബ്ബേ, അയാളൊറ്റ ഈ പള്ളിയിൽ നിസ്കരിക്കാണ്ടാവോ? അപ്പൊ ആദ്യത്തെ അത്തഹിയ്യാത്തോനിങ്ങനെ ഓതുമ്പോഴേ അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ് എന്നോനിങ്ങനെ ഓതുമ്പോ ഒന്നുമല്ല മനസ്സിൽ, പഠിച്ചോനെ ഞാനിവിടെ നിസ്കരിക്കാൻ കയറി ഇത് കുടുങ്ങിപ്പോയല്ല റബ്ബേ, അന്ത്രോജിറ്റ് അവിടെ ഉണ്ടാവോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, 22-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് മനസ്സ് ഫ്രീ ഉള്ള പോലെ 48-ൽ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആകൂല്ല. ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ ഔ ഐനൻ മുത്ഗിയാ ഔ മറമൻ മുഫ്സിദാ ഔ ഹറമൻ മുഫന്നിദാ ഔ മൗതൻ മുജ്ഹിസാ അവി ദജ്ജാൽ فشر غائب ينتظر أبي الساعة والساعة وضحى وأمر. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ, അല്ലാഹുവിനെ തന്നെ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാകാം നിങ്ങളെ പിടികൂടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 30 to 60 വരെ സമാധാനം കിട്ടൂല. അതുകൊണ്ട് യൗവനമുണ്ടല്ലോ, 30 വയസ്സിന്റെ താഴെയുള്ള ഘട്ടമുണ്ടല്ലോ, ഉപയോഗപ്പെടുത്തണേ. അത് കഴിഞ്ഞാലോ അതിനേക്കാളും വിഷമം. 60 to 80 വരെ ആയുസ് കൊടുത്തതാരാ? 1 മിനിറ്റേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തീരൂലല്ലോ, ഞാൻ ഇവിടെ അവസാനിപ്പിച്ചോട്ടെ, ദ്വാരന്നോട്ടെ. എന്താ ചെയ്യണ്ടേ? 11 അടുത്ത വരവിൽ പറയാം. ഇനി പോണ്ടിയോളിൻ്റെ പോട്ടോ, ഞാൻ പറഞ്ഞ 11:08 ഞാൻ ഇത് പറഞ്ഞ് തീരുന്നവരെ ഇരിക്കാൻ പറ്റാവുന്നവർക്ക് ഇരിക്കാം. എന്നിട്ട് പിന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ദുആ കൂടെ കഴിഞ്ഞു പോകണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക്, വാപ്പാക്കും ഉമ്മാക്കും ആമീൻ ചൊല്ലിയിട്ട് പോകാം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയും ഇരിക്കാം. ഒരു നിർബന്ധമില്ല, ഒക്കെ ഇഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. 60 to 80 വരെ കൊടുത്തതാരാ? നായ കൊടുത്തതാണ്. എന്താ അർത്ഥം? 60 വയസ്സിന്റെ മേലെ 80 വയസ്സ് വരെ മനുഷ്യന്റെ സ്ഥിതി നായന്റെ സ്ഥിതിയാണ്. മനുഷ്യൻ നായയെ ഉപയോഗപ്പെടുത്തൽ എന്തിനാ? കാവൽ കിടക്കാൻ. 60 കഴിഞ്ഞ അധിക മനുഷ്യന്മാർ ശരിയാകുന്നില്ലേ? ഒരിക്കൽ ഞാൻ എൻ്റെ പള്ളിയിൽ സുബൈക്ക് സാധാരണ കാണാത്ത ഒരാളെ ഞാൻ കണ്ടു. അയാൾ സാധാരണ എൻ്റെ പള്ളിയിൽ ഉണ്ടാവില്ല. അയാൾ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് സുബൈക്ക് കണ്ടപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് ചോദിച്ചാതെ നിങ്ങൾക്കറിയില്ല, നിങ്ങളെ ഈ പള്ളീൻ്റെ അടുത്തുള്ള ഈ വീടില്ലേ, ആ വീട് എൻ്റെ മോളെ വീടാണ് ചോദിച്ചു. എന്നിട്ട് അല്ല മോളെ പുതിയാപ്പിളത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അയാളിപ്പോൾ ഗൾഫിൽ പോയപ്പോൾ ഞാൻ ഓക്ക് കാവലെടുക്കാൻ പോകുന്നതാണ്. അയാൾ അതേ വർത്താനം, എന്റെ മകൾക്ക് കാവൽ കിടക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഭാര്യയും ഇവിടെ ഉണ്ടോ ചോദിച്ചു. അപ്പൊ എന്നോട് അല്ല അതെ, ഭാര്യ വേറൊരു മോളുടെ, ആ പുതിയാപ്പിളി ഗൾഫിലാണ്, ഭാര്യ അവിടെ കാവലെടുക്കാണ്, ഞാൻ ഇവിടെ കാവലെടുക്കാണ്. അയാൾ എന്നോട് പറഞ്ഞ അതേ വാക്കാണ്. 60 കഴിഞ്ഞാലുള്ള സ്ഥിതി അതാണ്. ഇപ്പൊ കുറച്ചൊക്കെ പ്രായമുള്ള ഈ സസിൽ കാണുന്നില്ല, എല്ലാ വയസ്സന്മാരും എല്ലാ പ്രായമുള്ള ഈ സസ് കൊന്നൊന്നുമില്ല. എന്താ വയലിന് വരുന്ന സമയത്ത് മക്കൾ പറഞ്ഞിട്ടുണ്ടാവും, വാപ്പേ ഓ പിന്നെ ഞങ്ങൾ വയലിന് പോവാണ്, വാപ്പ ശ്രദ്ധിക്കൂലേ? ആ മക്കളെ പോയിക്കോളി. ആ മൂത്ത മോള്, വാപ്പേ ഞാൻ എൻ്റെ വലിയ മാല വെൽപ്പിൽ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഏതെങ്കിലും കള്ളന്മാർ വേണ്ടേ? ആരും മാലൊന്നും ഇവിടെ അയച്ചു വെച്ചിട്ടില്ലേ? അങ്ങനെ പറയാണ്. മൂത്ത മോള് പറയണം വാപ്പനോട്, വാപ്പേ എന്റെ മാല ഞാൻ അവിടെ അയച്ചു വെക്കാണ്. അപ്പൊ രണ്ടാമത്തെ മോള് വള അവിടെ വെച്ചിട്ടുണ്ടേ, വാപ്പ ശ്രദ്ധിക്കൂലേ? ആ വാപ്പ കാവല് കിടക്കാം, വീട് ഉറങ്ങിപ്പോരുതേ. ഇല്ല മക്കളെ നിങ്ങൾ ദ്വാരക്കാൻ പറയും, പണ്ട് ഞാനേന്നു കൺവീനർ ചെയ്യാൻ കാവലെടുക്കാം.
കല്യാണത്തിന് പോകുമ്പോൾ മക്കൾ പറയാണപ്പാ, ഓ ഞങ്ങൾ കല്യാണത്തിന് പോട്ടെ, ഞങ്ങൾ വരൂ. ഞങ്ങൾക്ക് വരാൻ കഴിയില്ല മക്കളെ, വാപ്പക്ക് ഇരിക്കാൻ പറ്റൂല വണ്ടിയിൽ, ഡിസ്കിന് തേയ്മാനം നിങ്ങൾക്ക് അറിയില്ലേ. എന്നാ വാപ്പ ശ്രദ്ധിക്കൂലേ, ഞങ്ങളെല്ലാവരും പോയിക്കോട്ടെ, ആരെങ്കിലും ഇവിടെ നിൽക്കണം, വേണ്ട ഞങ്ങളൊക്കെ പോയിക്കോളി, വാപ്പ കാവലെടുക്കണം. രാത്രി വാപ്പക്ക് ഉറക്കം വരില്ല, രാത്രി കാവലെടുക്കണ നായ ശ്രദ്ധിച്ചനങ്ങള് എന്തേലും ചെറിയ ശബ്ദം കേട്ടാൽ കുരക്കും. അതേപോലെ വാപ്പ രാത്രി ഞാൻ പരിഹസിക്കല്ലോ, ഏതൊരു മനുഷ്യന്റെ സ്ഥിതി അങ്ങനെ, രാത്രി കുരക്കണം. 2 മണിക്ക് കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞ മോളും പിതാപ്പിളി വിരുന്ന് പാർക്കാൻ വന്നതാണ്. ഇയാളെ ചുമോണ്ട് ഇവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പോളാ പുതിയാപ്പിള പറഞ്ഞു, ഇനി മേലാൽക്ക് അങ്ങനെ എൻ്റെ വീട്ടിക്ക് വിരുന്ന് പാർക്കാൻ പറയേണ്ടി വരണ്ടി, തണ്ടൻ്റെ കൊര നിന്നിട്ട് വരണ്ട് ഞാൻ. എന്താ ചുമക്കണ്? അല്ലാഹുവേ ആരോഗ്യം നിലനിർത്തി തരണേ റബ്ബേ. റഹീമീനായ അല്ലാഹ് ആരോഗ്യം നിലനിർത്തി തരണേ റബ്ബേ. എന്റെ ചെറുപ്പക്കാരെ, 60 കഴിഞ്ഞിട്ട് തഹജ്ജുദ് ആരംഭിക്കാമെന്നൊരു മനുഷ്യൻ വിചാരിച്ചാൽ കഴിയില്ല എന്റെ സഹോദര. ടൈം പീസ് അയാൾ തിരിച്ചു വെച്ച് കടന്നതാണ്. ടൈം പീസ് തിരിച്ചു വെച്ചാ കടന്നത് 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് കരുതിയിട്ട് സമയമാകുമ്പോൾ ടൈം പീസ് ബെല്ലടി, ടൈം പീസ് അതിൽ ശബ്ദം പുറത്തു വരുമല്ലോ, അയാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. എഴുന്നേറ്റ പാടെ തലകറങ്ങി വീഴുകയാണ്. 64-ാമത്തെ വയസ്സ് മുതൽ ഒരു തഹജ്ജുദ് നിസ്കാരക്കാരനാകാം എനിക്കൊന്ന് ചെറുപ്പക്കാരാണ്. നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ലെന്റെ സഹോദര. ഏറ്റവും നല്ല പ്രായമാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗം വാങ്ങാൻ പറ്റുന്ന കാലമാണത്. 80 മുതൽ 90 വരെ കൊടുത്തതാരാ? കൊരങ്ങനാ കൊടുത്തതെന്നാ? 80ന്റെ മേലെ 90 വരെ മനുഷ്യന് കൊരങ്ങന്റെ സ്വഭാവം. എന്താ കൊരങ്ങന്റെ സ്വഭാവം? ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിലേക്ക് ചാടുക, ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് ഇങ്ങനെ ചാടി പോവുക. അതാണ് കൊരങ്ങന്റെ സ്വഭാവം. അതേപോലെ മനുഷ്യന്റെ സ്വഭാവം. വയസ്സാവണ സമയത്ത് മനുഷ്യന് വരുന്നൊരാഗ്രഹം പാർക്കാൻ പോവാ. മൂത്ത മോന്റെ അടുത്തൊരു 5 ദിവസം, രണ്ടാമത്തെ മകന്റെ അടുത്തൊരു 4 ദിവസം, മൂന്നാമത്തെ മകന്റെ അടുത്തൊരു 10 ദിവസം, നാലാമത്തെ മകന്റെ അടുത്തൊരു 2 ദിവസം, അഞ്ചാമത്തെ അടുത്ത് വാപ്പ പോവന്നില്ല, വാപ്പിയോനും തമ്മിൽ. അങ്ങനെ മൂത്ത മകന്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി 5 ദിവസം നിൽക്കാൻ വേണ്ടി ചെന്നതാണ്. ആദ്യത്തെ രാത്രി തന്നെ ചെന്നതാണ്. ഞങ്ങളെ കാക്കണേ റബ്ബേ. അങ്ങനെ ചെന്ന് മോനെ വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓളിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ നന്ദന നോക്കാനാ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആര് ഏക്കണുണ്ട്? ഈ വാപ്പ ഏക്കണുണ്ട്. അല്ലാഹുവേ പഠിച്ചോനെ, മറ്റുള്ളവർക്ക് ഭാരമാകുന്നൊരവസ്ഥ വരെ ഞങ്ങളെ ആരെയും നീ പിന്തിക്കല്ല റബ്ബേ. അങ്ങനെ തന്നു. ഇയാൾ അറിയാതെ രാത്രി മൂത്രമൊഴിച്ചു പോയി. അങ്ങനെയുള്ള മനുഷ്യന്റെ സ്ഥിതി. ومن نعمره ننكسه في الخلق أفلا يعقلون. വല്ലവർക്കും നമ്മൾ ആ ദീർഘായുസ് കൊടുത്താൽ അവനെ നാം സൃഷ്ടിപ്പിൽ തലതിരിച്ചു കൊണ്ടുവരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. സൂറത്ത് യാസീനിൽ ഒരാൾക്ക് ദീർഘായുസ് കൊടുത്താൽ അയാളെ സൃഷ്ടിപ്പിൽ തലതിരിച്ചു കൊണ്ടുവരുന്ന. അപ്പൊ 80 വയസ്സുള്ള ആരുടെ സ്ഥിതി? 2 വയസ്സുള്ള കുട്ടിയെ പോലെ. 90 വയസ്സുള്ള ആരുടെ സ്ഥിതി? 1 വയസ്സായ കുട്ടിയെ പോലെ. 100 വയസ്സുള്ള ആരുടെ സ്ഥിതി? 6 മാസമായ കുട്ടിയെ പോലെ. ഞാൻ കണ്ടു കൊണ്ടൂർ ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സാർ എൻ്റെ അമ്മ ഉണ്ട്, ഒന്ന് വന്ന് കണ്ടുകൂടിയെന്നു. ഞാൻ ഉള്ളിൽ പോയി നോക്കുമ്പോൾ വളരെ ചെറിയ കട്ടിൽ ഒരു പെണ്ണുങ്ങൾ പായ് പോലും ഇടാതെ അങ്ങനെ ചുരുണ്ട് കിടക്കുക. ഞാൻ ചെന്ന പായ് ഇട്ട് കൊടുക്കാത്തത്. പിന്നെ സാറേ പായിന്ന് നിരങ്ങി നിലത്തേക്ക് പോകുന്ന കരുതിയിട്ടാണ്. എത്ര വയസ്സുണ്ട് ചോദിച്ചു? 110 വയസ്സ്. ഞാൻ ചോദിച്ചു, സംസാരിക്കുമോ? എന്നോട് പറഞ്ഞില്ല, ഒന്നും പറയില്ല. ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിക്കുമോ? എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കും, പക്ഷേ എല്ലാ ഭക്ഷണവും വെള്ളം പോലെ ജ്യൂസാക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. ചുണ്ടിലിങ്ങനെ ഉറ്റിച്ചു കൊടുക്കാറാ. 6 മാസം പ്രായമായ കുഞ്ഞിന് ഭക്ഷണം നൽകുന്ന പോലെ. ഞാൻ ചോദിച്ചു മലവും മൂത്രമൊക്കെ? എന്നോട് പറഞ്ഞു അറിയാതെ മൂത്രം പോവും, അങ്ങനെ ഞാൻ എടുത്ത് കഴിക്കും. 6 മാസമായ കുട്ടിയെ പോലെ തന്നെ. ومن نعمرها ننكسه في الخلق أفلا يعقلون.
വല്ല മനുഷ്യനും നിങ്ങൾ ദീർഘായുസ് നൽകിയാൽ സെറ്റിപ്പിൽ നമ്മൾ അവരെ തലതിരിച്ചു കൊണ്ടുവരാം. ഈ വാപ്പ എത്രയോ പൂതിയോടെ ആദ്യത്തെ മകന്റെ അടുത്ത് 5 ദിവസം നിൽക്കാൻ പോയതാ. ആദ്യ രാത്രി തന്നെ അറിയാതെ മൂത്രമൊഴിച്ചു പോയി. വീട്ടിന്റെ അകത്ത് നിന്ന് മകന്റെ ഭാര്യതാ എന്തൊക്കെയോ പറയുന്നുണ്ട്. പാവം വാപ്പ. ഈ മകൻ ഗത്യന്തരമില്ലാതെ വാപ്പയോട് പറയാണ്, ഉപ്പ അർജന്റായി എനിക്ക് തിരുവനന്തപുരം ഒന്ന് പോകാനുണ്ട്, എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പോവാണ്. വാപ്പ കുഞ്ഞോന്റെ അടുത്തൊന്ന് പോയി നിൽക്കുന്ന രണ്ടാമത്തെ മകന്റെ അടുത്തേക്ക് 5 ദിവസം നിൽക്കണേ എന്നുള്ള മോഹമായി പോയതാണ്. ഒരു ദിവസം പോലും മകൻ നിർത്തിയില്ല. രണ്ടാമത്തവന്റെ വീട്ടിലേക്ക് വന്നപ്പോ രണ്ടാമത്തവന്റെ വാപ്പ ഭാരമായി തോന്നുകയാ. സഹോദരാ, നമ്മൾ മൂത്രമൊഴിക്കുന്ന ഘട്ടമായപ്പോ നമ്മളൊരു ഭാരമായി വാപ്പക്ക് തോന്നിയിട്ടില്ല. നമ്മളുടെ ചെറുപ്പത്തില് 2 വയസ്സ് പ്രായമായ സമയമാ. ജോലി കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി വാപ്പ വീട്ടിലേക്ക് വന്നതാണ്. കയറി വന്ന പാടെ കാണുന്നത് അമ്മയാണ്. വാരിയെടുത്തൊരു ചുംബനം തരാൻ വേണ്ടി എടുത്തു പൊക്കിയതാ. വാപ്പയുടെ നെഞ്ചത്തേക്കല്ലേ നമ്മൾ മൂത്രമൊഴിച്ചു കൊടുത്തത്, എന്നിട്ട് പോലും ഒരു ചുംബനം അധികം തന്നതല്ലേ. ആ വാപ്പയെ വേണ്ടാതെയായി. 80 to 90 വരെ മനുഷ്യന്റെ സ്ഥിതി കൊരങ്ങനെ പോലെ ഓരോ സ്ഥലത്തേക്ക് തന്നെ മാറി 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 പാർക്കാൻ പോവാ. 90 കഴിഞ്ഞാൽ പിന്നെ ഐസ് കൊടുത്തതാരാ? 90 കഴിഞ്ഞിട്ട് ആരാ കൊടുത്തത്? കൂമൻ. 90ന്റെ മേലെ വല്ല മനുഷ്യനും ജീവിക്കാണേ ഓന്റെ കഥ കൂമന്റെ വൈര് തന്നെ. വാപ്പ ചായ കുടിച്ചോ? അങ്ങനെ കിടക്കണ്ട. പാപ്പ മരുന്ന് കഴിച്ചോ? കഴിച്ചില്ലേ? വാപ്പ ഉമ്മ ഇവിടെ വന്നീനോ? വന്നില്ലേ? ഒക്കെ കൂമന്റെ വരി. വാപ്പ കുറെ സമയമായി നിങ്ങൾ വലത്തോട്ട് തിരിഞ്ഞ് കിടക്കുന്നു, ഞാൻ ഇടത്തോട്ട് മാറി കിടക്കണോ? അങ്ങനെ തന്നെ കിടന്നാ മതിയോ? ഒക്കെ അതാ മനുഷ്യൻ 90 കഴിഞ്ഞ മനുഷ്യന്റെ അവസ്ഥ. ഇങ്ങനെ ഏതാനും വർഷങ്ങളാ മനുഷ്യന് ജീവിക്കാനുള്ളത്. ഇതിൽ ഒരാൾക്ക് സ്വർഗം നേടാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രായമേതാ? ചെറുപ്പക്കാരെ ചിന്തിക്കണേ, നല്ല പ്രായമാ നിങ്ങളിലൂടെ കടന്നു പോകുന്നത്. അള്ളാഹു നൽകിയ 25ാമത്തെ വയസ്സിലെ ആരോഗ്യം എന്റെ പ്രിയമുള്ള സഹോദര ഫുട്ബോളിന് കൊടുത്തു കളയരുത്. വൈകുന്നേരം മഗ്രിബ് ഖളാ ആകാത്ത രീതിയിൽ ആരോഗ്യമുണ്ടാകാൻ 1 മണിക്കൂർ കളിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജീവിതം തന്നെ കളിയാക്കി മാറ്റല്ലടാ. നിങ്ങളുടെ നല്ല ആരോഗ്യമുള്ള ഘട്ടമുണ്ടല്ലോ, അത് ക്രിക്കറ്റ് കളിക്കാൻ 6ഉം 8ഉം മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് കളിയിലായി നശിപ്പിച്ചു കളയില്ല എന്റെ സഹോദര. കൈവിരലുകൾക്ക് നല്ല ആരോഗ്യമുള്ള ഘട്ടമുണ്ടല്ലോ. ഞാനിത് അങ്ങോട്ട് വരുന്ന സമയത്ത് ഏതോ ഒരു സ്ഥലത്തെത്തി ഞാൻ ശ്രദ്ധിച്ചു. വണ്ടി ബ്ലോക്കായി നോക്കുന്ന സമയത്ത് കുറെ മനുഷ്യന്മാരിങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് ചെയ്ത് മഗ്രിബൊക്കെ കഴിഞ്ഞ സമയം ഇരുന്നിട്ടോല് എന്താ കോട്ടിക്കടിക്കേ ക്യാരം ബോർഡ് ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ലല്ലോ, കുറവാന്നേ പറഞ്ഞിട്ടില്ല. അപ്പൊ ഉണ്ടോ സംശയമില്ലേ? ഇരുന്നിട്ട് ഓന്റെ വിലമതിക്കാനാവാത്ത ജീവിതം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, സമയം തട്ടി നശിപ്പിച്ചു കളയല്ലേ എന്റെ സഹോദര. ഉള്ള സമയം മുഴുവൻ വാട്സപ്പിലായി ചാറ്റിങ്ങിലായി കളയല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ജീവിതം നമ്മൾ നശിപ്പിച്ചു കളയുന്നത് സമയമാ. നമ്മൾ നശിപ്പിച്ചു കളയുന്നത് തിരിച്ചു കിട്ടുകയേ ഇല്ല. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ. ഒരുപക്ഷേ നിങ്ങളെ പിടികൂടുന്നത് അല്ലാഹുവിനെ തന്നെ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാകാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആ ദാരിദ്ര്യത്തിൽ അല്ലാഹുവിനെ ഓർക്കാനും കഴിയണമെന്നില്ല. അങ്ങനല്ലേ ഇത്ര മനുഷ്യന്മാര്
ദാരിദ്ര്യത്തിന്റെ അകപ്പെട്ട് നിവരാൻ കഴിയാതെ മുങ്ങിക്കളിക്കുന്ന ആളുകൾ എത്ര ഉണ്ട്. മുങ്ങിപ്പോയവർ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നബി പറയാണ്, അള്ളാഹുവിനെ തന്നെ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാകാം നിങ്ങളെ പിടികൂടുന്നത്. 4-5 വലിയ ബിസിനസ് തുടങ്ങിയതായിരുന്നു, ബിസിനസ് ആകെ തകർന്നു പോയി. സുപ്രഭാതത്തിൽ ദാരിദ്ര്യം നമ്മളെ പിടികൂടാനല്ലോ. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, എന്റെ റൂമിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് നാളേക്ക് 50 ലക്ഷം റുപ്യ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു കാറിന്റെ ഘട്ടം ചെലവഴിക്കലാണ് നല്ലത്. ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കാൻ 50 ലക്ഷം റുപ്യ. അതാ ദാരിദ്ര്യം. അല്ലാഹു കാക്കട്ടെ. ആ സമയത്ത് നിസ്കരിച്ചാ നിസ്കാരം ശരിക്കാവും തോന്നുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ അല്ലാഹ് എന്ന ചിന്തയിൽ നിസ്കരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഏറ്റവും നല്ല സമയമാണ് നമ്മിലൂടെ കഴിഞ്ഞു പോകുന്നത്. ആ സമയം അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി കളയല്ലേ, കളയല്ലേ, കളയല്ലേ. മലപ്പുറത്തിന്റെ ഹൃദയത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്നെനിക്കറിയാം. ഞാനൊരിക്കലും വയലു കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ കണ്ട ചില വേദന പറയാൻ ഞാൻ ശ്രദ്ധിച്ചു. രാത്രി 1 മണിക്കാണ് ഒരു 5-8 ചെറുപ്പക്കാർ നല്ല ഉഷാറുള്ളവരെയാണ്. ബസ്സിലൊക്കെ ഞാനോ നീയോന്നുമായി എടുത്തു നിൽക്കുന്ന ആൾക്കാർ 5-8 ചെറുപ്പക്കാർ. നോക്കുമ്പോ വലിയൊരു ബോർഡ് പോലെ എല്ലാവരും കൂടി പുറത്തിങ്ങനെ താങ്ങിയിട്ട് കൊണ്ടുപോവാം. ഞാൻ ശ്രദ്ധിച്ചെന്താ വല്ല സമ്മേളനത്തിന്റെ ബോർഡായിരിക്കുന്ന. വണ്ടി ഒന്ന് സ്ലോ ആക്കാൻ പറഞ്ഞു ഡ്രൈവറോട്. സ്ലോ ആക്കി നോക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്നത് എന്താ, ആ വലിയ ബോർഡ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് കയ്യിൽ പാരകൾ എടുത്തിട്ട് കുഴി കുടിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ബോർഡ് ആ റോഡിന്റെ സൈഡിൽ നാട്ടാനായി. ഞാൻ ശ്രദ്ധിച്ചു, എന്ത് ബോർഡാ? വല്ല മതപ്രഭാഷണത്തിന്റെയും അല്ലെങ്കിൽ മതസംഘടനകളുടെയും പരസ്യത്തിന്റെ ബോർഡാകുമോ? അല്ല. റൊണാൾഡോ എന്ന് പറയുന്ന അന്നത്തെ താരമായിരുന്ന വേൾഡ് ഫുട്ബോൾ രംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന താരത്തിന്റെ വലിയ ചിത്രമുണ്ട്. ആ ഫ്ലക്സ് റോഡിന്റെ സൈഡിൽ നാട്ടിയിടാൻ അവർ കുഴി കുഴിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റൊണാൾഡോ അറിയുന്നുണ്ടോ? ചെറുപ്പക്കാരാ, നീ എത്ര പണമാടടാ അതിന് വേണ്ടി മുടക്കിയത്? നിനക്ക് ആരോഗ്യം തന്ന റബ്ബിനാണോ നീ ആരോഗ്യം ചെലവഴിച്ചത്? അല്ലാഹുവിന്റെ മുമ്പിലുള്ള ചോദ്യമാണത്. അല്ലാഹുവിന്റെ മുമ്പിലുള്ള ചോദ്യമാണ്. ആലോചിച്ച് നോക്കൂ. 25-ാമത്തെ വയസ്സിലെ പണിന്താ? ജീവിതം മുഴുവൻ കളിച്ചു കളയാ. ഒരിക്കൽ പോലും ഈ ആരോഗ്യം തന്ന റബ്ബിന് വേണ്ടി ഒരു 3 മണിക്ക് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹംറാഹിമീനായ അല്ലാഹ് കാത്തുരക്ഷിക്കണേ റബ്ബേ. ഹൈ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ. അല്ലാഹുവിനെ തന്നെ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാകാൻ നിങ്ങളെ പിടികൂടുന്നത്. അല്ല, നിങ്ങൾ മുതലാളിയായി വെക്ക. അല്ലാഹുവിന്റെ ദീനിനെ എതിര് പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സമ്പത്താകാൻ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ.